ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതാ ഈ ഒരു മാല എങ്ങനെയുണ്ട്? ഈ ഒരു മാലയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതാ ഈ ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പെൻഡൻ്റാണ്. പിന്നെ ഇതാ ഈ ഗോൾഡൻ ബീഡ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ കൊളുത്തും വട്ടക്കണ്ണിയും, പിന്നെ നമ്മളെ ഗിയർ വയർ നമ്മുടെ അളവിന് അനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ആദ്യം നമുക്കിതാ ഈ ഒരു പെൻഡൻ്റ് ഇട്ട് കൊടുക്കാം. പെൻഡൻ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് രണ്ട് സൈഡിലും പേൾസാണ് ഇട്ട് കൊടുക്കേണ്ടത്. ചെറിയ സൈസിൽ വരുന്ന പേൾസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനുശേഷം ഒരു ഗോൾഡൻ ബീഡ് ഇട്ട് കൊടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ ഒരു പെൻഡൻ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് രണ്ട് സൈഡിൽ ഒരേപോലെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം രണ്ട് സൈഡിലും സ്റ്റോണ് വരുന്ന ഒരു ടൈപ്പ് ബീഡാണിത്, അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ഗിയർ ലോക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മളിതാ ഈ ഒരു മോഡലിലാണ് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത്. ഗോൾഡൻ ബീഡ്സും ഈ ഒരു സ്റ്റോൺ വരുന്ന ഈ ഒരു ബീഡ് സെൻറ്ററിലാക്കിയിട്ടാണ് നമ്മൾ രണ്ട് സൈഡിലും ചെയ്ത് കൊടുക്കുന്നത്. അതും ഗിയർ ലോക്ക് ഇട്ടിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഗോൾഡൻ ബീഡും പേൾസും വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ഒരേപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കാം. ഈ രണ്ട് സൈഡിലും ഗിയർ ലോക്ക് ഇട്ടിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഈ ഒരു ചെയിനിന് ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഫിഷ് ലോക്കും വട്ടക്കണ്ണിയാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.